ഹരിയാന മോഡൽ പാലക്കാട് ആവർത്തിക്കാനാണ് RSS തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഹരിയാനയിൽ നമുക്കറിയാം, ഗോദയിൽ കോൺഗ്രസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഇനി പിന്നോട്ടേക്കില്ല, BJPയെ താമരയും മലർത്തിയടിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ മാധ്യമങ്ങൾ അലറി വിളിച്ച് സന്തോഷത്തിൻ്റെ ആർപ്പ് വിളികൾ മുകളിലേക്ക് ഉയരുന്നതിന് മുൻപ് തന്നെ ഗോദയിൽ BJP അടിച്ചു കയറുന്നതാണ് നമ്മൾ കണ്ടത്. അതേ അവസ്ഥ പാലക്കാടും സംഭവിക്കാൻ പോകുന്നു. അതായത് താഴെത്തട്ടിൽ നിന്ന് കുടുംബയോഗങ്ങൾ നടത്തിക്കൊണ്ട് RSS പല രീതിയിലുമുള്ള മാസ്റ്റർ പ്ലാൻ പാലക്കാട് തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ട്രോളിയും അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ ഈ തുറന്നു പറച്ചിലുകളും ഒന്നും C. കൃഷ്ണകുമാറിൻ്റെ വിജയത്തെ ബാധിക്കില്ല. അവിടെ RSS കൃത്യമായ പ്ലാൻ നടത്തിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ 8 നിലയിൽ പൊട്ടാനാണ് സാധ്യത എന്നുള്ളത്. 8 നിലയിൽ പൊട്ടിയില്ല എങ്കിൽ പോലും 2ാം സ്ഥാനത്തേക്ക് മാറാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഒരു RSSൻ്റെ പാലക്കാട് പ്ലാൻ? RSSൻ്റെ പാലക്കാട് പ്ലാൻ എന്ന് പറയുന്നത് BJPയുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ RSS അങ്ങനെ ഒരു ഇടപെടൽ നടത്താറില്ല. അവരുടെ അതിൻ്റെ കൃത്യമായ പേരെനിക്കല്ല, സംഘത്തിൻ്റെ ഒരു പ്രചാരകൻ ഉണ്ടാവുമല്ലോ, ഒരു സംഘത്തിൻ്റെ 1-2 പ്രചാരകരെ വിട്ടുകൊടുക്കുന്നു, അവർ ആ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു നിലയിലാണ് കാര്യങ്ങൾ സാധാരണയായി മുന്നോട്ട് പോകാറ്. പക്ഷേ പാലക്കാട് ഒരു അഭിമാന പോരാട്ടമാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചതിന് ശേഷം ആളുകൾക്കിടയിലേക്ക് വോട്ട് ചെയ്താൽ കൃത്യമായി പ്രവർത്തിച്ചാൽ ആളുകൾ വോട്ട് ചെയ്യുമെന്നും അത് ഒരു ക്രിസ്ത്യൻ ഹിന്ദു ഐക്യത്തിലൂടെ വളരെ കൃത്യമായി BJP ജയിക്കുമെന്നുമുള്ള വിശ്വാസം വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. പാലക്കാട് C. കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ നിന്ന് വിജയിച്ചു വന്ന ആളാണ് C. കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളത് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ കൃത്യമാണ്. അപ്പം RSS ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് ഒരു പ്രചാരകരെ വിട്ടുകൊടുക്കുക എന്നുള്ളതായിരുന്നില്ല, മറിച്ച് RSS തന്നെ അടിത്തട്ടിൽ അവരുടെ വർക്ക് വളരെ കൃത്യമായി ചെയ്തു. BJPയുടെ എല്ലാ പ്രവർത്തകരെയും ഈ ഗോദയിലേക്ക് ഇറക്കി, അല്ലെങ്കിൽ കളത്തിലേക്ക് ഇറക്കി പ്രചാരണം കൃത്യമായി നടത്തി. ആരൊക്കെയാണ് വർക്കിന് വരാത്തത് എന്നുള്ള സ്ക്രൂട്ടിനി നടത്തിക്കൊണ്ട് കൃത്യമായി ആ നേതാക്കളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ BJP നേതൃത്വം ആദ്യം തയ്യാറായില്ലെങ്കിലും അവർ അതിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ഒരു നിലപാടാണ് അവർ എടുത്തതെങ്കിലും RSSൻ്റെ ഒരു ഇടപെടൽ ചില BJP RSSൽ നിന്ന് തന്നെ വന്ന കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവരുടെ, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ ചില ഇടപെടലുകളൊക്കെ സന്ദീപ് വാര്യരെ തൽക്കാലത്തേക്കെങ്കിലും ആ പ്രശ്നം പരിഹരിച്ച് ഒരു പ്രയാസവുമില്ലാതെ നിർത്താൻ RSSനും BJPക്കും കഴിഞ്ഞു എന്നുള്ളത് അവരുടെ വിജയമാണ്. ഇപ്പോൾ സന്ദീപ് വാര്യരുടെ പ്രശ്നമൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അതൊന്നും ആളുകൾക്കിടയിലേക്ക് വലിയ ചർച്ചയൊന്നും അല്ല യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യരുടെ പ്രശ്നം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആളുകൾ എന്താണ് വോട്ട് ചെയ്യുക, ആളുകൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ത്, ഇവിടുത്തെ സാമൂഹിക പശ്ചാത്തലം എന്ത്, ഇവിടെ ആര് വിജയിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പ്രധാനമായും ചിന്തിക്കുക. അപ്പം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് കൽപ്പാത്തി രഥോത്സവം അടക്കം നടക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. ആ രഥോത്സവത്തിൽ വരെ ചെരുപ്പിട്ടുകൊണ്ട് രഥം വലിച്ച് ഒരു ഷോ ഓഫ് കാണിക്കാനുള്ള തന്ത്രപരമായ അല്ലെങ്കിൽ വ്യഗ്രതയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. രാഹുൽ പലപ്പോഴും ഷാഫിയെ പോലെ, പക്ഷേ ഷാഫി ഒരു ഷോ കാണിക്കുകയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ രാഹുൽ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതൊരു ഷോ ഓഫ് ആയി മാറുകയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ. ഇവിടെ പറഞ്ഞതുപോലെ ഹരിയാനയിൽ എന്താണ് സംഭവിച്ചത്? ഹരിയാനയിൽ എല്ലാ മാധ്യമങ്ങളും വളരെ കൃത്യമായി, ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും അവരുടെ എല്ലാ സർവേകളിലും തെരഞ്ഞെടുപ്പിന് മുമ്പേ നടന്ന സർവേകളിലും അതിനുശേഷം ഇലക്ഷന് അന്ന് നടന്ന എക്സിറ്റ് പോളുകളിൽ പോലും കോൺഗ്രസിന് വലിയ മുന്നേറ്റമാണ് പ്രവചിച്ചത്. അപ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ സിംഗങ്ങളെല്ലാം രാവിലെ തന്നെ ലഡുവും വാങ്ങി സ്റ്റുഡിയോയിലേക്ക് വന്ന് ചിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അവിടെ നിന്ന് ഓരോ സമയം കഴിയുമ്പോഴും അവിടെ മാറ്റം വന്നുകൊണ്ടിരുന്നത്, ഇവിടെയുള്ള ആളുകൾ കരഞ്ഞുകൊണ്ട് കണ്ടിരുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് RSSൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. ആ ഒരു മാസ്റ്റർ പ്ലാൻ പാലക്കാട്ടിലും നടപ്പിലാക്കാൻ അവർ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവരൊക്കെ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പല ഷോ ഓഫ് കാണിക്കുമ്പോൾ അടിത്തട്ട് വർക്കിലേക്ക് വളരെ കൃത്യമായി കേന്ദ്രീകരിക്കുകയാണ് BJPയും C. കൃഷ്ണകുമാരും ഒക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സരിൻ്റെ വിഷയമാണ്. സരിനെ നിസ്സാരനായിട്ട് കാണണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും സരിനെ പല ആളുകളും പറയും, സരിനല്ലേ അത് മറ്റേ ആളല്ലേ, മറുകണ്ഠം ചാടി വന്ന ആളല്ലേ. ഈ മറുകണ്ഠം ചാടി വന്ന ആളാണ് അല്ല എന്നൊക്കെ പറയും. കോൺഗ്രസിലേക്ക് എത്ര ആൾ മറുകണ്ഠം ചാടിയിട്ടുണ്ട്, CPMലേക്ക് ചാടിയിട്ടുണ്ട്, BJPയിലേക്ക് ചാടിയിട്ടുണ്ട്. മറുകണ്ഠം ചാടലൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ സരിന് എന്തുണ്ട്? സരിന് ആ കപ്പാസിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ സരിന് ആ ഒരു രാഷ്ട്രീയ നേതൃപാഠവുമുണ്ടോ? അദ്ദേഹം വ്യക്തിപരമായി എന്താണ്
അദ്ദേഹം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു, മനസ്സിലാക്കണം. അതുപോലെ തന്നെ അദ്ദേഹം ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന് വളരെ കൃത്യമായി സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്ന നോളജ് ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അപേക്ഷിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സിവിൽ സർവീസ് ഏജന്റ് കൂടിയായിട്ടുള്ള ആരാണ് ഒരു വ്യക്തിയായിരുന്നു ഈ സരിൻ എന്ന് പറയുന്നത്. സരിൻ്റെ പ്രചാരണ ശൈലികളെല്ലാം ശ്രദ്ധിച്ചു നോക്കൂ. വളരെ കൃത്യമായി പ്രചാരണം സരിൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിന് CPM കഴിഞ്ഞിട്ടുണ്ട്. ചില പ്രത്യേക പ്രചാരണ വീഡിയോകളെല്ലാം അവർ ഇറക്കിയിട്ടുണ്ട്. CPM ഇപ്പോഴത്തെ പ്രശ്നം എല്ലാ തവണത്തെയും പോലെ BJP തോൽപ്പിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്താൽ CPM അടിത്തറ വരെ പാലക്കാട് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് CPM എത്തിയിട്ടുണ്ട്. തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി സരിനിലേക്ക് എത്തിച്ചില്ലെങ്കിൽ നാണം കെട്ട് നാറാണക്കല്ലെടുക്കുന്ന അവസ്ഥയിലേക്ക് CPM ഇപ്പോഴത്തെ ഭരണ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ദിവ്യയുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളും CPM വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരുടെ വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകുമെന്നുള്ളത് കൃത്യമായി CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സരിനിലേക്ക് വോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ രാഹുൽ സ്ഥാനാർത്ഥിയാകുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ പിണക്കങ്ങളുണ്ട്. അടിത്തട്ടിൽ നേതാക്കന്മാരുടെ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അടിത്തട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അടിത്തട്ടിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മുതിർന്ന കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ നേതാവായിരുന്ന കരുണാകരന്റെ ഭാര്യയെ അവഹേളിച്ച അങ്ങേയറ്റം നീചമായ ഭാഷയിൽ അവഹേളിച്ച ഒരാൾക്ക് പഴയ കരുണാകരന്റെ തട്ടകമായിരുന്ന പാലക്കാട് നിന്നുകൊണ്ട് കോൺഗ്രസ്സുകാർ എങ്ങനെ വോട്ട് ചെയ്യും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്. CPM ചില അസംതൃപ്തരായ ചില ആളുകളുണ്ട്. CPM ഒരു നയപരമായ ചില ഘടനയൊക്കെ ഇപ്പോഴും അണികൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, നേതാക്കന്മാർക്ക് അതില്ലെങ്കിൽ കൂടിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഈ വോട്ടുകൾ എങ്ങോട്ട് പോകും? ഈ വോട്ടുകൾ നിർബന്ധമായും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം രാഹുലിനെ അങ്ങേയറ്റം വെറുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് CPMകാരാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ടും C. കൃഷ്ണകുമാറിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല ന്യൂനപക്ഷ വോട്ട്, ഒന്ന് ക്രിസ്ത്യൻ വോട്ട്, വളരെ കൃത്യമായി ക്രിസ്ത്യൻ സഭകൾ മുനമ്പത്തെ പ്രശ്നമടക്കം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ വലിയൊരു വഖഫിന്റെ പ്രശ്നം, കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട് രഥോത്സവം നടന്ന ആ കൽപ്പാത്തി അഗ്രഹാരങ്ങളിലേക്ക് വരെ ഈ വഖഫ് കടന്നു കയറിക്കൊണ്ട് അവരുടെ സ്വത്തുക്കൾ വഖഫിൻ്റെതാണ്, അവിടെ താമസിക്കുന്ന സാധു ബ്രാഹ്മണരാണ്, അവരുടെ സ്വത്തുക്കൾ വരെ വഖഫിൻ്റെതാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ ഒരക്ഷരമുണ്ടാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ, അതിനെതിരെ ഒരു അക്ഷരമുണ്ടാത്ത സരിൻ, ഇവർക്ക് കൽപ്പാത്തി അഗ്രഹാരത്തിലെ ആളുകൾ വോട്ട് ചെയ്യുമെന്ന് ധന്യ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പേർ വഖഫിന്റെ പേര് പറഞ്ഞ് തെരുവിലൂടെ എന്ത് ചെയ്യണമെന്നറിയാതെ തങ്ങളുടെ വീടും വസ്തുവും തങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം നോക്കി നിൽക്കെ വഖഫ് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ പോലും അവർക്കെതിരെ ഒരു അക്ഷരമിണ്ടാത്ത രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയാണ് പാലക്കാടുകാർ ജയിപ്പിക്കുന്നത്? രാഹുലിനെ ജയിപ്പിച്ചിട്ട് അവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? കാരണം പാലക്കാട് ജനങ്ങളുടെ പല ഭൂമികളും വഖഫ് കൊണ്ടുപോയി അത് തിരിച്ചു കൊണ്ടുവരുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. നിങ്ങളുടെ ഭൂമി ഒരാളും കൊണ്ടുപോവില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുവെന്ന് തൻ്റെ അടുത്തോടെ നട്ടല് നിവർത്തി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുമോ? ഇല്ല. അങ്ങനെ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വഖഫ്. ആ വഖഫിനെ നിയന്ത്രിക്കാൻ, നിലയ്ക്ക് നിർത്താൻ കഴിവുള്ള ഒരു പാർട്ടി ഇന്ത്യയിലുള്ളൂ, അത് BJP ആണ്. നിയമ ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളതല്ല, ആ നിയമത്തെ തന്നെ, കിരാത നിയമത്തെ തന്നെ എടുത്ത് കളയുക എന്നുള്ള രീതിയിലേക്കാണ് BJP പോകുന്നത്. അതുകൊണ്ട് C. കൃഷ്ണകുമാർ ജയിക്കുന്നതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക്, ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപിയായി പാലക്കാട് C. കൃഷ്ണകുമാർ കൂടി ജയിച്ചാൽ അതൊരു പക്ഷേ കേരളത്തിലെ BJPക്കാർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കേന്ദ്രം വഴി ഉണ്ടാകാൻ പോകുന്ന സർപ്രൈസുകൾ എന്താണ് എന്നുള്ളത്. കാരണം അവർക്കൊക്കെ വഖഫാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. രാവിലെ എണീക്കുമ്പോൾ വീടിന് മുന്നിൽ ഒരു ബോർഡാണ്. ഇത് ഇല്ലാതാക്കാൻ കോൺഗ്രസിന് കഴിയുമോ? നട്ടാലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ പറയട്ടെ, ഞങ്ങൾ വഖഫിനെതിരെ നിന്ന് ഞങ്ങൾ സമരം ചെയ്യും, ജനങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പറയുമോ എന്ന് നോക്കട്ടെ. കേരളത്തിന്റെ നിയമസഭയിൽ പറയില്ല. അല്ല, തന്നെ തുടരാം. കേരളത്തിലെ നിയമസഭയിൽ ഒരുമിച്ചിരുന്ന് ഇതിനെതിരെ പ്രമേയം പാസ്സാക്കിയവരാണ് ഇവർ. പിന്നെ എന്താണ് അപ്പൊ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ചിട്ട് അതെ. ഇവിടെ ഷാഫി പാലക്കാട് നിന്ന് വടകരയിലേക്ക് പോയപ്പോൾ ഷാഫി ചോദിച്ച ഒരു
നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മറ്റൊരാൾക്ക് ഷാഫി വില പറഞ്ഞു വെച്ച ഒരു പിന്നെ സ്ഥലമാണ് പാലക്കാട്. അതായത് ഞാൻ പോകുമ്പോൾ, ഞാൻ പോകണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പോകുമ്പോൾ മറ്റൊരാൾ, അത് ഞാൻ പറയുന്ന ആളായിരിക്കണം. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ RSSന്റെ മാസ്റ്റർ പ്ലാൻ കൃത്യമായി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് രാഹുലിന്റെ വിജയസാധ്യത ഓരോ ദിവസം കുറഞ്ഞു വരുന്നു. സി കൃഷ്ണകുമാർ തന്നെ പാലക്കാടിൽ കാവ്യണിയിക്കുമെന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. തീർച്ചയായും.